ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലീസിന്റെ അനുമാനങ്ങൾ മാത്രമാണ് സർ. കാരണം ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. കൊക്കെയിൻ ഷമീറുമായി ഇയാൾ വെച്ചിരിക്കുന്ന ഡീൽ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. ബട്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ഗെസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഡാർക്ക് നെറ്റ് വഴിയോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഇയാളുടെ കോൺടാക്ട്സ് വഴിയോ ചീപ്പ് ആൻഡ് അൺട്രേസബിൾ ആയിട്ടുള്ള കൊക്കെയിൻ കൊച്ചിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും. ഷമീർ വഴി ബെഞ്ചമിൻ ഈ കേസിലെ രണ്ടാമനായ സൈക്കോ സൈമണെ സെൻട്രൽ ജയിലിൽ തീപിടുത്തമുണ്ടാക്കി ബോഡി സ്വിച്ചിങ് വഴി പുറത്തെത്തിച്ചു. ഇയാൾക്ക് താവളം ഒരുക്കുന്നതിനായി കൊച്ചിയിലെ തന്നെ മറ്റൊരു മനോരോഗിയായ അരവിന്ദൻ കർത്തയെ കണ്ടെത്തി. പോലീസുകാരെ ടോർച്ചർ ചെയ്യുക എന്നുള്ളതായിരിക്കാം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഓഫർ. ആർക്കും സംശയം തോന്നാതിരിക്കാൻ കൊച്ചിയുടെ ഔട്ട്സ്കേർട്സിലായിട്ട് ഒരു ഹാം ഷെഡ്, അനേകം പന്നി ഫാമുകളിൽ ഒരു പന്നി ഫാം. അതിലേക്കായി കഴിഞ്ഞ 1.5 വർഷമായി നഗരത്തിലെ പല ഹോട്ടലുകളിൽ നിന്നും ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം. ഈ വാഹനം കിഡ്നാപ്പിനോ ബോഡി ഡംപിങ്ങിനോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. there will be no doubt. ഈ പന്നി ഫാമിന്റെ കോൾഡ് സ്റ്റോറേജിലായിട്ട് ഒരു ടോർച്ചർ റൂം. അങ്ങനെ അയാൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഡിസൈൻ ചെയ്ത് ഒരുക്കിയിരുന്നു സർ. സഹായികൾ ബാധ്യതയാകുമെന്ന് തോന്നിയപ്പോഴായിരിക്കാം ആദ്യം അയാൾ കൊക്കെയിൻ ഷമീറിനെ കൊന്നു. പിന്നാലെ പോലീസ് എത്തുമെന്നായപ്പോൾ സൈമണും കർത്തയും പരസ്പരം വെടിവെച്ച് മരിച്ചു എന്ന് വരുത്തി. ദിസ് ഇസ് അവർ ബ്രീഫ് സർ. ഇയാൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഇത്രയും പകയുണ്ടാവാൻ കാരണം? അങ്ങനെ ഒരു മോട്ടീവ് ഒന്നും അയാൾ വിശദീകരിച്ചിട്ടില്ല സർ. ആസ് ഐ സ്റ്റേറ്റഡ് ഏർലിയർ, ഇതൊരു പ്രൈമറി അനാലിസിസ് മാത്രമാണ്. ബെഞ്ചമിൻ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ തന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. യു നോ അറ്റ് സം പോയിന്റ് താൻ സത്യം പറഞ്ഞേ പറ്റൂ. മാഡം, ആംസ്റ്റർഡാമിൽ വെച്ച് നിങ്ങൾ അനാഥയായി മരണപ്പെടുകയാണെങ്കിൽ നഗരത്തിലെ കവികളിൽ ഒരാൾ നിങ്ങൾക്കായി ഒരു ചരമഗീതം എഴുതുകയും അത് നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിൽ ആലപിക്കപ്പെടുകയും ചെയ്യും. എന്ത് മനോഹരമായ നാടാണല്ലേ. വണ്ടർഫുൾ. അൻവർ ഹുസൈൻ, I thought you were dead. മരിച്ചിട്ടില്ല. Not yet. You have my respect, man. അബദ്ധവശാൽ സൈമന്റെ കയ്യിൽ നിന്ന് വീണുപോയൊരു സ്പിന്നറി പിടിച്ച് നിങ്ങൾ ഈ കേസിനെ ഇവിടെ വരെ എത്തിച്ചു. You would definitely make a hell of an investigator in the future. And your plan was interesting. മൊത്തം 5 പോലീസുകാരെ കൊല്ലുക. അതിൽ 2 പേര് മാത്രം നിങ്ങളുടെ ടാർഗറ്റ്സ്. ബാക്കി 3 പേർ റാൻഡം ആയിട്ടുള്ള ഓഫീസേഴ്സ്. ആർക്കും ഒരിക്കലും ഈ 5 പേര് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. ബിക്കോസ് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഫൈനലി, താങ്ക് യു. പക്ഷേ ഈ പോലീസുകാരേക്കാൾ, പോലീസ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ നിങ്ങൾക്ക് പക തോന്നേണ്ടത് ഫാദർ ബെന്നറ്റിനോടല്ലേ? ഫാദർ ബെന്നറ്റ് കുറെ കാലമായി മിസ്സിംഗ് അല്ലേ? സൈക്കോ സൈമനെ ജയിലിൽ നിന്നും ചാടിക്കാൻ പകരം തീയിലേക്ക് എറിഞ്ഞ പാതി വെന്ത ശരീരം ഫാദർ ബെന്നറ്റ്. ഡോക്ടർ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം എന്തായാലും പുറത്തു വരും. റൈറ്റ് നൗ യുവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഇത്രയും പോലീസുകാരെ കൊന്ന നിങ്ങളെ അവർ സോ കൺഫസ്. നിങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായവരെ മുഴുവൻ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യാം. നമുക്ക് എന്തിന്? ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. എന്റെ കഥയും എന്റെ പ്രതികാരവും എല്ലാം എന്റെ സ്വകാര്യതയാണ്. എനിഹൗ ഡോക്ടർ, അവസാനത്തെ ചിരി എന്തായാലും നിങ്ങളുടെ അല്ല. ACP ആണല്ലേ സ്റ്റിൽ അലൈവ്. പിന്നെ ഒരു നീതിദേവത പ്രതിമ ബാക്കിയില്ലേ? അതെ, നീതിദേവത ബാക്കിയുണ്ട്. പ്രമാദമായ നീതിദേവതാ കൊലക്കേസ് പ്രതി ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പോലീസ് രഹസ്യ കസ്റ്റഡിയിൽ ബെഞ്ചമിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു.
കാലത്ത് 10 മണിക്ക് ഹാജരാക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സമയം 12 മണിയോടടുത്തിട്ടും ഇയാളുമായി പോലീസ് സംഘം കോടതിയിൽ എത്തിയിട്ടില്ല. കോടതി പരിസരത്തുള്ള ഉന്നത പോലീസ് അധികാരികൾ നേരം വൈകുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിക്കുന്നത് മാധ്യമങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ കോടതി പരിസരത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നു. ACP അനിൽ സാറിന്റെ ഫ്ലാറ്റില്. അതെ, ആരാണ്?